Hi, hello viewers and welcome to Celebrity Kitchen Magic Cool Partner Papaya Ice Cream. Hi team members. Hi. എന്നാണ്ട് വിശേഷം? ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ എത്ര തവണ ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം മൊത്തം പറയാം. ഈ വർഷം മൊത്തം പറയാലോ, ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം. പക്ഷെ ശരിക്കും നമ്മൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുടെ അടുത്താണ് ഇനി നമ്മൾ ഹാപ്പി ന്യൂ ഇയർ നമ്മൾ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ന്യൂ ഇയർ പറഞ്ഞ് അലമ്പാക്കി. നമ്മുടെ സ്വഭാവത്തിന് ഇതുവരെ ഒരു വ്യത്യാസം പോലും നമ്മൾ ആരും മാറാൻ പാടില്ലല്ലോ. അലമ്പ് തന്നെ ഇങ്ങനെ കീപ്പ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച സാധാരണ ന്യൂ ഇയർ ആകുമ്പോൾ നമ്മളിങ്ങനെ പുതിയ റെസൊല്യൂഷൻസ് എടുക്കും, പുതിയ പുതിയ ഹാബിറ്റ്സ്, ഹോബീസ് അതൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ചിലർക്ക് എന്താണെന്നറിയോ, ഈ മോട്ടിവേഷണൽ സ്പീക്കിംഗ് ഒക്കെ കേൾക്കും കുറച്ച് മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടി. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കൊണ്ടുവരുന്ന ഗസ്റ്റിനെ പറ്റി ഞാൻ ആദ്യം പറയാം. നിങ്ങളൊക്കെ കൊണ്ടുവന്ന പോലെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. പക്ഷെ എൻ്റെ ഗസ്റ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാം, നമ്മളൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാൾക്കാരാണ്, ഒരുപാട് ടാലൻ്റ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മളെക്കാട്ടിലും എനർജറ്റിക് ആയിട്ടും നമ്മളെക്കാട്ടിലും ടാലൻറ്റിലും മിടുക്കനായിട്ടുള്ള ഒരാളെയാണ് ഞാനിവിടെ കൊണ്ടുവരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വർഷം നമുക്ക് അടിപൊളിയാക്കാൻ പറ്റി, നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ഞാനിവിടെ കൊണ്ടുവരാൻ പോകുന്നത്. നല്ലൊരു കൈയടിച്ചോ, ഞാനിപ്പോൾ ആ വ്യക്തിയെ കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ Okay friends, put your hands together for CP Shihab. Bye. സർപ്രൈസ് ആയിട്ടാ. അതായത് ഞാൻ ഒരിക്കൽ പിന്നെ ചേട്ടൻ്റെ ഒരു സ്പീച്ച് കേട്ടപ്പോൾ എൻ്റെ അടുത്ത് ആ സ്പീച്ചിൽ മോട്ടിവേഷൻ സ്പീച്ചിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ 25% ഉള്ളൂ ഹ്യൂമൻ, 75% ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, 75% പുള്ളിക്കാരൻ ഡിഫറെൻ്റ്ലി ടാലൻറ്റഡ് ആണ്. ഡിഫറെൻ്റ്ലി ടാലൻറ്റഡ് ദൈവം അറിഞ്ഞുകൊണ്ട് ആ 75% ടാലന്റ് ആണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പരം വലിയൊരു ഗസ്റ്റിനെ എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അത് മാത്രമല്ല, ഷിഹാബിനെ അറിഞ്ഞൂടാത്ത ആരാ ഉള്ളത്? കൊച്ചു പിള്ളേർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും, കൊച്ചു കുട്ടികൾ മുതൽ അങ്ങേയറ്റം വരെയുള്ള ആളുകൾക്ക് വളരെ കൃത്യമായി അറിയാവുന്ന വലിയൊരു പ്രതിഭയാണ്. ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് CP ഷിഹാബ് ആണ്. വി ആർ സോ ഹാപ്പി ഹാവിംഗ് യു ഹിയർ. എന്താണ് ആദ്യമേ തന്നെ നമ്മുടെ ഈ ഒരു ഷോയിൽ വരാൻ പറ്റിയ സന്തോഷമുണ്ടോ? പിന്നെ വലിയ സന്തോഷമുണ്ട്. രണ്ട് കാരണമുണ്ട് കേട്ടോ. ഒന്ന്, നമ്മൾ കാണുന്ന ഷോ ആണ്, നമുക്ക് അറിയുന്ന ഷോ ആണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇവിടെ വന്നിരുന്നപ്പോൾ ഒരു 15 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. കാരണം അതിന് കാരണം കേട്ടൊരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമാവാൻ ചാൻസ് കുറവാണ്. കാരണം 15 വർഷം മുമ്പ് നമ്മൾ കണ്ട ആളുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താ അറിയോ, നിങ്ങളിപ്പോൾ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു കാര്യമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് പ്രായം കൂടിയ പോലെയാണ് തോന്നുന്നത്. ഞാൻ കുറച്ച് കാലം മുമ്പ് മമ്മൂക്കനെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ കുറേ മമ്മൂക്കന്മാരും ഒക്കെ ഉണ്ട് ഇവിടെ. അത് എന്നോട് കിഷോറേട്ടൻ പറയാൻ പറഞ്ഞതാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. ഇനി കുറച്ച് സമയം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യാനാണ്. അതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്, ന്യൂ ഇയർ ആണ്, ന്യൂ ഇയർ കഴിഞ്ഞു, നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടന്നു. എന്തെങ്കിലും പുതിയ റെസൊല്യൂഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സ്വപ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഈ വർഷം? ഇല്ല, ഞാൻ ഓരോ വർഷവും എനിക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ, കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ മൊമെൻറ്റും ആസ്വദിക്കുന്ന ഒരാളായതുകൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ പ്ലാനുകളൊക്കെ ആവും. അപ്പോൾ ന്യൂ ഇയറിന് വേണ്ടിയിട്ടൊരു പ്ലാൻ ചെയ്യാൻ പറ്റില്ല, കുറേ പ്ലാനുകൾ ഉണ്ട്. അതിന്റെ കൂടെ ന്യൂ ഇയർ വന്നു പോയതാണ്. ഇത് നമ്മളൊരു പ്ലാനിൽ തന്നെ ഉള്ള ഒരു സംഭവമായിരുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ രഥത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നമ്മുടെ രഥത്തിലേക്ക് ഇരിക്കാം. വാഹനം മാറ്റണം അല്ലേ? വാഹനം നമുക്ക് മാറ്റാം. ജിഷി ചേട്ടാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഈ വാഹനം മാറ്റുന്നതിന് ഹെൽപ്പിംഗ് ഇതിന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കണ്ണോട് ഒരു കാറ്റ് വാക്ക് ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഓക്കെ, നമ്മളൊരു കിടിലൻ പാട്ടില് നമ്മൾ ഒരുമിച്ച് റാം വാക്കില് തുടങ്ങുകയാണ്. ഓക്കെ, സീറ്റിലേക്ക് ഇരിക്കാം. ഒരു സാധനം എടുത്തു വെക്കാൻ അറിയാതെ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത വ്യക്തി. അല്ല, ഇത് ഇവനാണെങ്കിൽ ഇൻട്രസ്റ്റ് ആണ്. കാരണം ഇപ്പൊ ജിമ്മിൽ പോണ്ടേ, എന്ത് കാണാനും എടുത്ത് പൊക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. കഴിഞ്ഞ ന്യൂ ഇയർ ആയിട്ട് പുതിയ തീരുമാനമൊക്കെ എടുത്തു. പഴയ കൗണ്ടർ അടിക്കില്ല, ടീഷർട്ട് ഒക്കെ വാങ്ങുന്നു.
അതെന്താന്നറിയോ? നമ്മുടെ എല്ലാ പുതിയതല്ലേടാ, ഷെഡ്യൂളിലും ഓരോ ആൾക്കാരുടെ ഡ്രസ്സാണ് ഇടാറുള്ളത്. ആണല്ലേ? ഇത്തവണ ഇത് പുതിയ ആദ്യമായിട്ട് എടുത്താണോ ഇത്? ആ വെറുതെ നമ്മൾ ഇന്നലെ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് അത് മോന്റെയാണോ? അല്ല റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ നിങ്ങളുടെ ചോദിച്ചോ? അല്ല ടീഷർട്ട് ഇടാറുണ്ടോ ഷർട്ടാണോ ഇടുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ് ഞാൻ ഇത് ആദ്യം എടുക്കാതിരിക്കുന്നത്? അല്ല പ്രദീപിനോട് ഞാൻ പറഞ്ഞിട്ട് ഈ വർഷം പഴയ കോമഡി അടിക്കില്ലേ? ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി. അതിനെന്താണ് നമുക്കൊരു അല്ല ഞാന് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രായം തോന്നുന്നില്ലെങ്കിലും പക്വത കുറച്ച് വരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവർക്കൊക്കെ എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിക്കാനുള്ളത്? ചോദ്യത്തിന് മുന്നേ അല്ല അങ്ങനല്ല, ചോദ്യത്തിന് മുന്നേ ഞങ്ങൾക്ക് പാട്ട് പാടണം. അല്ലല്ല, അത് ശരി. ഈ വർഷമെങ്കിലും ഞാൻ ലാസ്റ്റ് ആക്കാന്ന് വിചാരിച്ചതാ. കരളിലെ മോഹം മരതരമഞ്ചിമയണി ഇമ്പം തുളുമ്പുമീണം ഇനി നിന്റെ വീണമോളം മാവിരി കരളിലെ മോഹം മരതരമഞ്ചിമയണി ആതിരപ്പൊൻ നക്ഷത്രം പൂവികൾ കുറിച്ചാത്തുമ്പോൾ അരികെ കനവിൽ തേരിറങ്ങുമ്പോ പടരും പരാഗ സൗരഭം പകരം തരും സ്വരം ആയിരം പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മയിലുകൾ പോകാ മാറി വീഴൊളി വീണരും രാഗമാലിക ചൂടാ ഇതളിതളായുള്ളിൽ പതിയിലൊരു ആമുഖമരുമ ഇത്തവണ നമുക്കൊന്നും പറയണ്ട. നമുക്ക് ശിഹാബിനോട് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പാട്ടുകാരുടെ പാട്ട്? സൂപ്പർ ആയിട്ടുണ്ട്. കാരണം ഞാൻ നോക്കുകയായിരുന്നു കേട്ടോ, നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന നമ്മൾ ഇന്നലെ കണ്ടു. അയ്യോ ഇവരൊക്കെ ഒരാൾ തന്നെ എല്ലാ കഴിവുകളും എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പോലെ സാധാരണക്കാരെങ്ങനെ ജീവിക്കൂടെ? അതല്ല ഷിഹാബിന്റെ കയ്യിലുള്ള കഴിവുകൾ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പല പല അവസരങ്ങളിൽ. വയലിൻ, കീബോർഡ്, പിന്നെ അതുപോലെ പിയാനോ. പക്ഷെ പ്രേക്ഷകർക്ക് ഇനി അറിഞ്ഞുകൂടാത്തൊരു കഥയാണ്. കുട്ടിക്കാലം മുതലേ ഒന്ന് പറഞ്ഞു എങ്ങനെ ഇരിക്കണം? കുട്ടിക്കാലം ഓക്കെ, ഒരുപാട് സന്തോഷമുള്ള കാര്യമായിട്ടോ എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയാമെന്ന് പറയുന്നത്. കാരണം ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി പറയാറുണ്ട്, ആ ഒരു ജേണി എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ കുഞ്ഞിലെ ഞാൻ എനിക്ക് എടുക്കേണ്ടി വന്ന സ്ട്രഗിളുകളും അന്ന് എനിക്ക് നഷ്ടപ്പെട്ട മെമ്മറീസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരാളോട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം നമ്മളെ കുട്ടിക്കാലത്തേക്ക് തിരിഞ്ഞു പോകണമെന്ന് പറയല്ലേ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു കുട്ടിക്കാലമാണ് എനിക്ക് ഏറ്റവും നഷ്ടമായിട്ട് എപ്പോഴും തോന്നാറുള്ളത്. നമ്മുടെ ഒരു വാർദ്ധക്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ പോലെ നമ്മൾ ജീവിക്കുന്നൊരു ബാല്യകാലമായിരുന്നു. പുറത്തെവിടെയും പോകാൻ പറ്റുന്നില്ല, ഒരു സോഫയിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ബെഡിലിങ്ങനെ നമ്മൾ അനങ്ങാതെ കിടക്കുന്നു, റൂമിന് പുറത്തേക്കുള്ളൊരു ലോകം നമുക്കില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുകയായിരുന്നു ഞാൻ എങ്ങനെ സാധാരണ ആളുടെ കൂടെ ജീവിക്കുന്നൊക്കെ. അപ്പോൾ എനിക്ക് ശേഷം ഒരു അനിയനുണ്ടായി. അനിയനൊക്കെ ഇങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ 7 മക്കളുണ്ട്. ആണല്ലേ? ഞാൻ 5ാമത്തെ മകനാണ്. ചേട്ടനോ? ഞാൻ 7ാമത്തെ, അവസാനത്താണ്. അതോടുകൂടി ഇനി മക്കള് വേണ്ട. സോറി ഒരു ആവശ്യമില്ലായിരുന്നല്ലേ? ഓക്കെ 5ാമത്തെ മകനാണ്. അപ്പോൾ നമ്മുടെ അനിയന്മാർ 2 പേരുണ്ട്. അപ്പോൾ അവരൊക്കെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എന്ത് ഞാൻ ജനിച്ചിട്ട് ഇത്ര കാലമായിട്ടും എന്താ ഞാൻ നടക്കാത്തെന്ന് നോക്കിയാൽ. അപ്പോൾ ഞാൻ വീട്ടിൽ ഉമ്മാനോടൊക്കെ പറയും എന്തുകൊണ്ടാണ് ഞാൻ നടക്കാത്തെന്ന് നോക്കിയാൽ. അപ്പോൾ അവർക്ക് പറയും നമുക്ക് നടക്കണമെങ്കിൽ കാലുകൾ വേണം, അപ്പോൾ കാലുകളുണ്ടെങ്കിൽ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് കാലുകളില്ലാതെ നടന്ന് കാണിച്ച് തന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവും, ഞങ്ങളായിരിക്കും ഏറ്റവും സന്തോഷമുള്ള പാരൻസ് ഞങ്ങളാവും എന്നൊക്കെ പറയുമായിരുന്നു എന്നോട്. അപ്പോൾ എനിക്കൊരു വാശിയായിരുന്നു നടന്ന് കാണിച്ചു കൊടുക്കണം, നമുക്ക് നടക്കാൻ വേണ്ടത് കാലുകളല്ല, നടക്കണമെന്നൊരു ആഗ്രഹമാണെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പതിയെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാനും പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് പുറത്തേക്ക് പോകാനും പിന്നെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകാനും വരെ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എപ്പോഴും ഓർമ്മയോടുകൂടി ഏറ്റവും സന്തോഷത്തോടു കൂടി ഓർക്കുന്നൊരു കാര്യം,
പണ്ട് ഞാൻ കട്ടിലിൽ കിടന്ന് അതിന് പുറത്തേക്ക് നോക്കുന്ന താഴേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷനായിരുന്നു. താഴേക്ക് നോക്കുമ്പോൾ തല ചുറ്റുന്ന പോലെ തോന്നും. ഇപ്പോൾ തന്നെ എലീനൊക്കെ എന്നെ എടുക്കുവാണെങ്കിൽ ഞാൻ താഴേക്ക് നോക്കുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം അത്രയും പൊക്കുന്നത് താഴേക്ക് നോക്കുമ്പോൾ ടെൻഷനാവും. അപ്പോൾ അത് എല്ലാവർക്കും പേടിയാ. ആണോ? ഓക്കെ, അപ്പോൾ ആ ഒരു ടെൻഷനുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പിന്നെ ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ബുർജ് ഖലീഫയുടെ 164ാമത്തെ നിലയിൽ കയറുന്ന രീതിയിലേക്ക് എൻ്റെ ലൈഫ് മാറിയത് ആ ജീവിക്കണം എന്ന് പറയുന്ന ഒരു പാഷൻ കൊണ്ടാണ്. ഉപ്പ സാധാരണ ഒരു മീൻ കച്ചവടക്കാരനായിരുന്നു. ഉമ്മ ഹൗസ് വൈഫാണ്. പിന്നെ സഹോദരങ്ങളൊക്കെ പഠിച്ച് ഇപ്പോൾ എൻ്റെ അനിയന്മാർ പഠിക്കുന്നുണ്ട്. ഒക്കെ ഒരു നോർമൽ ഫാമിലിയാണ്. ഓക്കെ, പിന്നെ ഉപ്പയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ ആഗ്രഹം പറയുമ്പോൾ 8ാം ക്ലാസ്സിലേക്കാണ് ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ ഇല്ലില്ല, പോയിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിക്കണം എന്നൊക്കെ. അപ്പോൾ വീട്ടിൽ പറയുമ്പോൾ ഉപ്പ സുഹൃത്തുക്കളോടൊക്കെ പറയും. അപ്പോൾ അവർ ചോദിക്കും, ഈ കുട്ടിയെ ഇനി പഠിപ്പിച്ചിട്ട് എന്താ, പഠിക്കാൻ കഴിയുമോ, ക്ലാസ്സിൽ പോയിട്ട് ബെഞ്ചിലൊക്കെ ഇതുപോലെ ഇരിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നെ പഠിപ്പിക്കുക എന്നുള്ളത്. അതിന് ഞാൻ എൻ്റെ ഒരു വാശി കൂടി ആയപ്പോൾ ഇപ്പോൾ എന്നെ ആദ്യമായിട്ട് ഇപ്പോഴൊക്കെ സ്കൂട്ടി ഉണ്ടായിരുന്നു. ആ സ്കൂട്ടിയുടെ ഫ്രണ്ടിൽ ഒരു സ്പെഷ്യൽ കൊട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നെ അതിലിരുത്തിയിട്ടാണ് എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോയത് ഉപ്പ. ഉച്ചയ്ക്ക് പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ എനിക്ക് തനിയെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉമ്മ വീട്ടിൽ നിന്ന് വരും. ഒരു 1.5 കിലോമീറ്റർ ഉമ്മ നടന്ന് വന്ന് എനിക്ക് ഭക്ഷണം വാരി തന്ന് തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു എൻ്റെ ഒരു പാഷൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫാമിലിയാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. 8ാം ക്ലാസ് മുതൽ തുടങ്ങിയ പഠനം ഇപ്പോൾ ഞാൻ അവസാനം പഠിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം എടുത്തു. ബാക്കി പഠിച്ചു MA ലിറ്ററേച്ചർ എടുത്തു. പിന്നെ ഒരു ഇതിൽ ഷിഹാബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മയുടെ ഒരു വാക്കാണ് എന്നെ ഈ ഒരു ഉയരത്തിലേക്ക് എത്തിച്ചതെന്നാണ്. തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഉമ്മ എപ്പോഴും പറയുമായിരുന്നു, അതായത് സാധാരണ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ നീ ചെയ്യുന്നത് കാണുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമെന്ന്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഇല്ലാത്ത കാലം കൊണ്ട് നീ നടന്നു കാണുമ്പോൾ ഞങ്ങളായിരിക്കും ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മാതാവെന്ന്. അപ്പോൾ ആ ഒരു സന്തോഷം ഉമ്മാക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വാശിയായിരുന്നു. അന്ന് തുടങ്ങിയ നടത്തമാണ്. ഇപ്പോൾ 30 വർഷമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരെ സന്തോഷിപ്പിക്കാനും അവരാഗ്രഹിക്കുന്ന രീതിയിലൊന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ 8ാം ക്ലാസ്സിൽ തൊട്ടല്ലേ സ്കൂളിൽ പോയി തുടങ്ങിയത്. അപ്പം ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 1ാം ക്ലാസ് തൊട്ടൊക്കെ ഒരുമിച്ച് പഠിച്ച് വന്ന് ഒരുമിച്ചുണ്ടായിരുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ 8ാം ക്ലാസ്സിൽ ഷിഹാബ് അവിടെ ചെന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് 8ാം ക്ലാസ്സിൽ ഒരു പുതിയ കുട്ടി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് അവരെക്കാളും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമുക്ക് സ്കൂളിലെ ഒരു കാര്യങ്ങളും അറിയില്ല. അങ്ങനെ എൻ്റെ സഹോദരങ്ങൾ പഠിക്കുന്നുണ്ട്, അവരുടെ ബുക്ക് നോക്കി ഇങ്ങനെ വായിച്ച് പഠിച്ചു എന്നല്ലാതെ എനിക്ക് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് ഓരോ അവറിലും പുതിയ ടീച്ചേഴ്സ് വരുന്നു, കുറേ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. നമ്മുടെ ഒരു കുട്ടികളുടെ കയ്യിൽ പുതിയൊരു കളിപ്പാട്ടം കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു ആകാംക്ഷ ഉണ്ടല്ലോ, അതായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ബുക്സൊക്കെ കിട്ടുമ്പോൾ. പക്ഷെ എൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് ഏകദേശം ആകാംക്ഷ തീർന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം 8 വർഷമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 10ാം ക്ലാസ്സിലേക്ക് എക്സാം എഴുതുന്ന സമയത്ത് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി. കാരണം ഈ ബുക്കും ഇവിടെ കാണുന്ന അനുഭവങ്ങളൊക്കെ എനിക്ക് ഫ്രഷ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് പഠിച്ചു. പിന്നെ കുട്ടികൾ എന്ന് പറയുന്ന അവർക്ക് ആദ്യം എന്നെ കാണുമ്പോൾ ഒന്ന് സംസാരിക്കാനും എൻ്റെ കൂടെ ഇരിക്കാനൊക്കെ ചെറിയൊരു മടിയുണ്ടായിരുന്നു. മടിയല്ല, അവർക്കൊരു എങ്ങനെയാവും സംസാരിച്ചാൽ, ഇപ്പോൾ അടുത്തിരിക്കാൻ പറ്റുമോ, ഇങ്ങനെ തൊടുമ്പോൾ എവിടെയും പെയിൻ വരുമോ, ഇങ്ങനത്തെ ഒരുപാട് ചിന്തയായിരുന്നു. മാത്രമല്ല കേട്ടോ, ഭയങ്കര തമാശയോട് കൂടി എനിക്ക് തോന്നുന്നത്, നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഈ ഇൻ്റർവെല്ലിനൊക്കെ ലഞ്ച് ബ്രേക്കിനൊക്കെ കുട്ടികൾ നമ്മുടെ ജനവാദിൻ്റെ ഫുള്ള് കുട്ടികൾ അകത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ടാവും. അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് എല്ലാവരും പറയുമ്പോഴോടൊക്കെ പറയും ഇതെല്ലാ കുട്ടികളും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താണ്. അപ്പോൾ അവർ പറയും, ഇപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് ഇപ്പോൾ മമ്മൂക്ക് വന്നെന്ന് വിചാരിക്കുക, സ്വാഭാവികമായിട്ടും എല്ലാവരും ഇങ്ങനെ നോക്കിക്കോളൂ ആകാംക്ഷയോടെ. അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് ആസ്വദിച്ച് കൊണ്ട് പഠിക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ക്ലാസ്സിലെ ടോപ്പറായിരുന്നു, സ്കൂളിലെ സെക്കൻഡായിരുന്നു ഞാൻ. അപ്പോൾ അതൊരു വലിയ കോൺഫിഡൻസ് ആയിരുന്നു. എൻ്റെ ഫാമിലി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളെ കുറിച്ചാണ്. കാരണം എൻ്റെ ലൈഫിൽ ഭയങ്കര സ്വാധീനം ചെലുത്തിയ ആളുകളാണ്. അപ്പോൾ ഇവർക്ക് അറിയില്ല എൻ്റെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ. ആ ഒരു ടെൻഷനാണ്. കാരണം നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ആ ഒരു സ്കൂളിൽ ഇതുപോലെ വേറെ ആരുമില്ല. നമ്മളെല്ലാവരും യുണീക്കാണെങ്കിലും പക്ഷേ ഈ ഒരു ഫിസിക്കൽ കണ്ടീഷനെ വെച്ചുകൊണ്ട് അവർക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആരുമില്ല. അപ്പോൾ അത് നമ്മൾ സ്കൂളിൽ ക്ലാസ്സൊക്കെ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ സെൻഡ് ഓഫ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ വർഷം അവസാനിക്കുന്ന സമയത്ത് കുട്ടികളായിട്ട് ഇങ്ങനെ ഇൻട്രാക്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ മിസ്സ് എന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ട് പറഞ്ഞു, നീൻ്റെ ഒരു അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കാൻ കിട്ടിയ ഒരു സന്തോഷവും പഠിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു എക്സ്പീരിയൻസ് കുട്ടികളായിട്ട് ഷെയർ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനോട് കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവരോട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ അനുഭവങ്ങൾ മൊത്തം ഷെയർ ചെയ്തു. പഠിക്കാനുള്ള ആഗ്രഹം എത്രത്തോളം ഉണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്താണ് അവർക്കെന്നെ കൂടുതൽ അറിയാൻ പറ്റിയതും. അത് സത്യം പറഞ്ഞാൽ അവർക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു. ഒരു മോട്ടിവേഷൻ ഫീൽഡിലേക്ക് ഞാൻ വരാൻ കാരണം അന്ന് അതായിരുന്നു.
അന്ന് കുട്ടികൾക്ക് ഭയങ്കര ഇമോഷണലി അത് കേട്ടിരുന്നിട്ട് അവരെന്നോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിപ്പോയി. അവർക്ക് തന്നെ ലൈഫിൽ എന്തെങ്കിലും നേടണം, അവരുടെ സ്ട്രെങ്ത് എത്രത്തോളാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സഹായിച്ചു. കാരണം അവർ ചിന്തിക്കുവാണ് അവർക്ക് എല്ലാ കഴിവുകളും ഉണ്ട്, പക്ഷേ എന്നിട്ട് അവർക്ക് വലിയ സ്വപ്നങ്ങളില്ല. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഞാൻ വലിയ സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്കതൊരു മോട്ടിവേഷനായി. അന്നാണ് എൻ്റെ ടീച്ചേഴ്സ് എന്നോട് പറയുന്നത്, നിങ്ങൾ മോട്ടിവേഷൻ ഫീൽഡിലേക്ക് വരണം ഷിഹാബ്, കുറേ കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കണമെന്ന്. നേരത്തെ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഞാൻ മമ്മൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, സ്വപ്നം കാണാൻ അവകാശമില്ലാത്തവൻ്റെ സ്വപ്നങ്ങൾ കണ്ടുപഠിക്കണമെന്ന്. അപ്പോൾ അതൊരു വല്ലാത്ത ധൈര്യമാണ് കുട്ടികൾക്ക് കിട്ടിയത്. അങ്ങനെ അവർ നമ്മൾ കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആയി. ഇപ്പോൾ നമ്മൾ പുറത്ത് കളിക്കാൻ പോകുന്ന സമയത്ത് അവർ ഗ്രൗണ്ടിലേക്ക് തന്നെ എടുത്തിട്ട് കൊണ്ടുപോകും. ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് എനിക്ക് ബാറ്റ് തരും. ഫുട്ബോൾ കളിക്കുമ്പോൾ എനിക്ക് കളിക്കാൻ പറ്റില്ലെങ്കിൽ അവർ പറയും, ഒരു ഗോൾ അടിച്ചിട്ട് പറയും ഈ ഗോൾ നമ്മൾ ഷിഹാബിന് വേണ്ടി അടിച്ച ഗോളെന്നൊക്കെ പറയും. ആ രീതിയിലേക്ക് അവർ അറ്റാച്ച്ഡ് ആയി. അപ്പോൾ അതൊരു വലിയ മെമ്മറിയാണ് ലൈഫിൽ. ഞാൻ എന്നെ ഓർക്കുന്നതാണ് എൻ്റെ ഫാമിലി, അതോടൊപ്പം തന്നെ എൻ്റെ പാരൻസ്, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഷിഹാബ് കുക്ക് ചെയ്യോ? ഷിഹാബേ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാൻ വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് കുക്ക് ചെയ്യാറുണ്ട്. ബാക്കി സമയത്ത് നമ്മൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൽ അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ കുക്ക് ചെയ്യാതെ പോകാൻ പറ്റില്ലല്ലോ. കുറേ കുക്ക് ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞിങ്ങനെ ജാലിട്ട് നടക്കുന്നവർക്ക് നമുക്ക് കുക്ക് ചെയ്യുന്നൊന്ന് കാണിച്ചു കൊടുക്കണം. അത്ര സിമ്പിളാണ് കാര്യം ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇവരുടെ ഫുഡ് കഴിച്ച് എനിക്ക് അസുഖം വരെ വന്ന് ഞാൻ ഹോസ്പിറ്റലൈസ് വരെ ആയിട്ടുണ്ട്. അല്ല അതുകൊണ്ടാണ് ഞാൻ വരുന്ന ദിവസം അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, ഞാൻ വരുന്ന ദിവസം എനിക്കുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. വെരി നൈസ്. അപ്പൊ നമുക്ക് നമ്മുടെ കിച്ചൺ കണ്ടിട്ടില്ലല്ലോ എന്തായാലും? ഇല്ല നമ്മുടെ ഇവിടുത്തെ കിച്ചണും കൂടെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ നമുക്ക് അവിടെ പോയി കുക്ക് ചെയ്യാം. തീർച്ചയായും. ഓക്കെ ബാ, എല്ലാവർക്കും ബാ. അപ്പൊ നമ്മള് കുക്ക് ചെയ്യാൻ പോവാണ്. വെൽക്കം ടു അവർ കിച്ചൺ. ഇതാണ് നമ്മുടെ സെലിബ്രിറ്റി മാജിക്കിന്റെ കിച്ചൺ. കേട്ടോ, എല്ലാ കാര്യം സെറ്റാണ് ഇവിടെ. അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. സാധാരണ നമ്മളാണ് ഇതുപോലെ പെട്ടെന്നൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അടുത്ത എപ്പിസോഡിനൊക്കെ വരുന്നത്. ഇതാണ് ഡ്രസ് ചേഞ്ച്, ഓരോ ഇതിനും ഓരോ ഡ്രസ് ചേഞ്ച് വല്ലതും ഉണ്ടോ? അല്ല, നമ്മൾ നേരത്തെ പെർഫോമൻസ് കഴിഞ്ഞ് ഇനി കുക്ക് ചെയ്യല്ലേ, അപ്പൊ ഒന്ന് ഫ്രഷ് ആയിട്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുന്ന ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അടിപൊളി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് സാധാരണ വീട്ടിൽ കുക്ക് ചെയ്യുന്നത് വല്ലപ്പോഴാന്ന് പറഞ്ഞു. അതെ, നമ്മൾ ബാക്കി സമയം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള സാധനം ചെയ്യാന്ന് വിചാരിച്ചു. ബ്രെഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഫിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ല, നമ്മൾ ചീസ് ബ്രെഡ് ഓംലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ചീസ് ബ്രെഡ് ഓംലേറ്റ്. ഓക്കെ, കൊള്ളാം. ചീസ് ബ്രെഡ് ഓംലേറ്റ് ആണ്. ബ്രെഡ് ഓംലേറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ചീസ് ബ്രെഡ് ഓംലേറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ബ്രെഡ് ആവശ്യമുണ്ട്, സവോള, ചീസും ബട്ടറും ആവശ്യമുണ്ട് അല്ലേ, പിന്നെ ക്യാപ്സിക്കം, ടൊമാറ്റോ, മുട്ട. എങ്ങനെ നമ്മളപ്പോൾ ആദ്യം എന്നാ ചെയ്യുന്നത്? സാധാരണ നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഡിഷ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ സൈഡിലുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാറുണ്ടല്ലേ. പക്ഷെ ഇവിടെ ഞാനിപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങൾ സൈഡ് കട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ സൈഡ് എടുത്തിട്ട് കുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതെ, അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഇതിന്റെ സെന്ററിലുള്ള ഈ ഒരു പോർഷൻസ് നമ്മൾ സോഫ്റ്റ് പോർഷൻ, അതായത് എഡ്ജസ് ആണ് സാധാരണ എല്ലാവരും കട്ട് ചെയ്ത് കളയുക. പക്ഷെ ഇവിടെ ഷിഹാബി എഡ്ജസ് ആണ് എടുക്കുന്നത്, സെന്റർ പോർഷൻ കട്ട് ചെയ്ത് കളയേണ്ടത് നമുക്ക് പിന്നെ ലാസ്റ്റ് ആവശ്യം വരും. എനിക്കും ആവശ്യം വരും. അതെ, ഞാൻ വേറെ സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം. ഒരുപാട് അങ്ങ് ഇതാക്കണ്ട അല്ലേ, കുറച്ച് എഡ്ജ് വെച്ച് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇതിന്റെ ഒരു എഡ്ജ് കുറവാകുമ്പോഴത്തേന് പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ എഡ്ജ് ഒത്തിരി തിന്നാക്കിയല്ല, ജസ്റ്റ് ഒരു ഇച്ചിരി സ്ഥലം ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതെ, നമുക്കൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അത് പിടിച്ചാൽ മതി, മേലേക്ക് മുകളിലേക്ക് പിടിച്ചാൽ മതി. ഓക്കെ, നമ്മളൊരു പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, പൊടിഞ്ഞു പോകാണ്ട് കറക്റ്റാണ്. നമുക്ക് ആ പോർഷൻ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ഇനി നമുക്ക് രണ്ടെണ്ണമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒന്നുകൂടി നമുക്ക് ചെയ്യാം. വീട്ടിൽ ഭാര്യ നന്നായിട്ട് കുക്ക് ചെയ്യോ? അത്യാവശ്യം കുഴപ്പമില്ലാതെ കുക്ക് ചെയ്യുന്നുണ്ട്. വീട്ടില് ബെസ്റ്റ് കുക്ക് ആരാണ്? ഇല്ല, ഞാൻ അധികം കുക്കിംഗ് ചെയ്യാറില്ല. ഒരു വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യും. എല്ലാ സമയത്ത് വൈഫ് തന്നെയാവും കൂടുതൽ ആ ഒരു ഫീൽഡിലേക്കൊക്കെ നോക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്ന വൈഫാണ്. സ്ഥിരമായിട്ട് ഞാനാണ് പരീക്ഷണം. വൈഫിൻ്റെ എല്ലാ റെസിപ്പീസും നമുക്ക് എടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്, എടുക്കാം, കാണിച്ചെടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, മുകളിൽ വെക്കാം നമുക്ക്. ഇത് മാറ്റി പ്ലേറ്റിൽ വെക്കട്ടെ? അതെ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് ഇങ്ങനെയാണ്. ബ്രെഡിൻ്റെ ആ ഒരു സൈഡിലെ പോർഷൻസ് കട്ട് ചെയ്ത് കളയാതെ നമ്മൾ അതാണ് എടുക്കുന്നത്. ദെൻ അതിനകത്തുള്ള ഒരു ഏരിയ നമ്മൾ കേടാക്കിയിട്ടില്ല, നമുക്കത് അവസാനം ആവശ്യമുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാപ്സിക്കം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. എനിക്ക് 3 കളറും വേണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് വരുന്ന ഇതിൻ്റെ കുരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പുറമേ വരുന്ന ഈ ഒരു ആ ഫ്ലഷ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ.
അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 3 കളർ യൂസ് ചെയ്യണം. അപ്പോൾ കാണുമ്പോഴത്തേക്കിന് കുറച്ചൊരു ഭംഗി ഉണ്ടാവും. ഒരു ഗ്രീന് മാത്രമല്ലാതെ യെല്ലോ അതുപോലെ തന്നെ 3 കളറും കൂടി എടുക്കുമ്പോഴത്തേക്കും നല്ല ഭംഗി ഉണ്ടാവും. നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അല്ലേ, എന്നിട്ട് നമുക്ക് ഇത് എടുക്കാം. ശരി. ഇത് കണ്ടപ്പോൾ എനിക്കും കുക്ക് ചെയ്യാൻ തോന്നുന്നു. ഞാനൊരു സാധനം ചെറുതായിട്ട് കുക്ക് ചെയ്ത് തരാവേ. ഇപ്പോഴില്ല, ലാസ്റ്റ് ആണല്ലേ. ഇത് ഞാൻ കട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് റെഡ് കട്ട് ചെയ്യുന്നത്. റെഡ് ഞാൻ കട്ട് ചെയ്ത് തരാം പുറത്തേക്ക്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ക്യാപ്സിക്കം 3 കളേഴ്സിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. യെല്ലോ അതുപോലെ തന്നെ ഗ്രീൻ ദെൻ റെഡ്. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാനുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം അല്ലേ? ഓൾറെഡി മിക്സ് ചെയ്തു, ഇതിലേക്ക് ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് സവാള കൂടി കട്ട് ചെയ്ത് വെക്കണം. സവാള ഇത് ഹെൽപ്പ് ചെയ്യട്ടെ ഞാൻ? ഇല്ല, എനിക്ക് കട്ട് ചെയ്യുന്നത് ഇഷ്ടമാണ്. പിന്നെ ആകെ പ്രശ്നം നമ്മൾ കണ്ണെരിയുന്നത് മാത്രമാണ്. എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ വേണേ ഹെൽപ്പ് ഇല്ല, ആൾക്കാർ പറയും ദുഷ്ടത്തി അവള് നിൽക്കുന്ന നോക്കിയെന്ന് പറയും. ഇല്ല, ഞാൻ അത് ആസ്വദിച്ച് ചെയ്യുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു പോർഷൻ മാത്രം നമുക്ക് കിട്ടാം. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എപ്പോഴായിരിക്കും ആദ്യം കുക്ക് ചെയ്തിട്ടുണ്ടാവുക? ഇല്ല, കുഞ്ഞിലേക്ക് നമ്മൾ തമാശക്കൊക്കെ ചെയ്യൂലേ, ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ നമ്മൾ കളിക്കൂലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുമ്പോഴാണ് വെറൈറ്റി ആയിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വൈഫായിട്ട് ഒരുമിച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സവാള എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മൾ 2 ബ്രെഡല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. ഒന്ന് എനിക്ക് ഒന്ന് എലീനക്ക്, ബാക്കിയുള്ളവർക്ക് നമുക്ക് പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൊടുക്കാം. നമുക്ക് ഹലോ, എന്താ പേടിക്കാത്ത ടോന്നാക്കിയായിരുന്നു ഞാൻ. ഒന്നുകൂടെ ആക്കി, ഒരു മിനിറ്റ്. കേട്ടോ, ഞങ്ങൾ ഇവിടെ എല്ലാ സാധനങ്ങളും കുഞ്ഞു കുഞ്ഞായിട്ട് വരഞ്ഞോണ്ടിരിക്കുക. ആയുധം കൊണ്ടുള്ള കളിയാണ്. നിങ്ങൾ ഇങ്ങനെ കുഞ്ഞുകുഞ്ഞായിട്ട് കുഞ്ഞുകുഞ്ഞ കണ്ടില്ലേ? ഈ കുഞ്ഞുകുഞ്ഞായിട്ട് അരിയാനെ ഈ കുഞ്ഞിനെ വിളിക്കാത്ത സെക്കൻഡ്. അപ്പൊ പ്രേക്ഷകരെ നമ്മൾ ഇതുവരെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ക്യാപ്സിക്കം കുഞ്ഞുവിനാന്ന് അരിഞ്ഞു, സവാള കുഞ്ഞുവിനാന്ന് അരിഞ്ഞു, ഇനി അടുത്ത തക്കാളി കുഞ്ഞുവിനാണോ? അത് കുഞ്ഞുവിനാണ്. നിങ്ങളൊന്ന് കാര്യം അല്ല, കേൾക്കാത്തൊരു ഓംലേറ്റ് ആണ്. കുനുകുന വെച്ചിട്ട് സാധനം കേട്ടിട്ടില്ലല്ലോ, കേൾക്കാൻ പോകുന്നേ ഉള്ളൂ. ബ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്. അയ്യോ, ഞങ്ങള് ബ്രെഡ് കുനുവനാന്നല്ല ചെയ്തത്, അത് വലിയ 2 തുള ആക്കുക ഫ്രെയിം ഉണ്ടാക്കിയതാ. ചെയ്യാൻ പോകുന്നത് അറിയോ, ഞങ്ങളെ ഓംലേറ്റിന് ഫ്രെയിം കൊടുക്കാനുള്ള പ്ലാനിലാണ്. അതാണ്. ആക്ച്വലി അതിനെ ഫ്രെയിം ഇട്ടാണ് വെക്കേണ്ടത്. ചളി അലേർട്ട്, ചളി അലേർട്ട്. അതായത് കോഴിമുട്ട എന്ന് പറയുന്നത് കോഴിയുടെ കുഞ്ഞാണല്ലോ, അതിനെ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്രെയിം ആയല്ലോ. 2022 ആദ്യത്തെ കോമഡിയാണ്. ഇത് എഡിറ്റ് ചെയ്ത് കളയുന്നത് ഒരു അഭ്യർത്ഥന. ഞാൻ ആയുധം ഇവര് വന്ന് എന്തിനാന്നറിയോ? പാട്ട് പാടാനാ. മനസ്സിലായില്ലേ? എല്ലാ എപ്പിസോഡും ഇങ്ങനെ ആരും അറിയാതെ 2 ബ്രെഡ് വെച്ചിട്ടുണ്ടോ? ഒളിപ്പിച്ച ഫോൺ വെച്ചിരിക്കുക, ലിറിക്സ് പോലും ആരും കാണാണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പൊ ഷിഹാബിന് ഇഷ്ടമുള്ളൊരു പാട്ട് കൊടുക്കും. ഷിഹാബിന് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞു. നമ്മൾ നേരത്തെ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിയല്ലോ. അപ്പൊ നമുക്കിത് കാണിക്കാം. മോൾക്ക് വേണ്ടിയിട്ട്, മോള് പേര് ആമി എന്നാണ്. ആമി ഒരു 1-2 പാട്ട് കേൾക്കുന്ന സമയത്ത് ആമി എവിടെയാണെങ്കിലും ഓടി വരും, പിന്നെ കണ്ണിന്റെ മുമ്പിൽ വന്നിരിക്കും. ആ ഒരു പാട്ടാണ് ഈ കണ്ണാന കണ്ണ എന്ന് പറയുന്ന അജിത് സാറുടെ പാട്ട്. അത് ഏത് സിനിമയിലെ പാട്ടാണെന്നറിയോ? ആ വിശ്വാസം എന്ന് പറയുന്ന സിനിമയില് ഞാൻ മോളിനെ നമ്മൾ ആ സോങ് ആണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ വീട്ടിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടാവുക. അപ്പൊ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാവും കേൾക്കുമ്പോൾ. അപ്പൊ ആ പാട്ട് തന്നെ പാടാം. സരിക സംഗീതം പഠിക്കുന്ന ഈ ടൊമാറ്റോയിൽ ഇത്തിരി രക്തം വീണ കുഴപ്പമുണ്ടോ? അല്ല, ഹിന്ദുസ്ഥാനി അതല്ല. നമ്മളിപ്പോ പാടാൻ പറഞ്ഞപ്പോ തന്നെ മൊബൈലിന് ആശാന്റെ അല്ലേ പുതിയ മാഷിന്റെ ഓൺലൈൻ മാഷിന്റെ ഫോട്ടോ എടുക്കും. ഗുരുവേ എന്നൊക്കെ പറഞ്ഞു ചെയ്തോ, കുഴപ്പമില്ല. ചിരിപ്പിക്കല്ലേ, കോൺസെൻട്രേഷൻ പോവാണ്. പാടുന്നെങ്കിൽ ഇനി പാട്ട് കേൾക്കുമ്പോ തിരിഞ്ഞോടും. കണ്ണാന കണ്ണേ കണ്ണാന കണ്ണേ എൻ മീത് സായവാ, പുന്നാന നെഞ്ചേ പുന്നാന കയ്യാ പൂ പോല ദേവവാ, நான் காத்து நின்றேன் காலங்கள் தோறும் என் ஏக்கம் தீருமா, நான் பாசை நின்றை பொன்வானம் எங்கும் என் மின்னல் தோன்றுமா, கண்ணீராய் மேகம் தோறும் கண்ணில் சேரும் கற்கண்டாய் மாறும்.
ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ. കൊച്ചിറങ്ങിപ്പോണ്ടാവും. നമുക്ക് പോവാം ഇനി ഇവിടെ നിന്നല്ലേ അതാണ് ഇത് അപ്പൊ ശരി, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് ഉണ്ടാക്കി, ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വരും. താങ്ക് യു. അടിപൊളി അടിപൊളി. സൂപ്പർ. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊച്ചിനോട് എന്റെ അന്വേഷണം പറയണം. ആ ഇനിയല്ലേ. അവരെ നമ്മൾ പറ്റിച്ച് അവര് ടേസ്റ്റ് ചെയ്യാൻ ആകെ രണ്ടെണ്ണേ ഉള്ളൂ. അതെ അതെ ശരി, ഞാൻ ടൊമാറ്റോ കട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വികൃതമായി, എന്നാലും കുഴപ്പമില്ല. ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും സെറ്റ് ആയിരിക്കും. അതെ, ദേ, ഇതും ഇതിലേക്ക് ഇടട്ടെ. ക്യാപ്സിക്കത്തിലേക്ക് ഇടണോ സവാളയിലേക്ക് ഇടണോ? മൂന്നും കൂടി മിക്സ് ചെയ്യണം. ക്യാപ്സിക്കൽ ഇടട്ടെ. അതെ അതെ. നമ്മൾ ഇതിലേക്ക് ഇനി സവാളയും കൂടി ആ ഇട്ടിട്ട് സവാള നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം അല്ലേ? ചെയ്യാം. ഇടുവാണേ. സവാള എത്ര മടിക്കാവും അല്ലേ? കുറച്ച് കുറച്ചുകൂടി ഇടാം. സവാള കുറച്ച് കൂടിയിരുന്നാലും പറ്റും. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ക്യാപ്സിക്കം, സവാള, ടൊമാറ്റോ, ഓണിയൻ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പൊ പിള്ളേർക്കാണെങ്കിലും കഴിക്കാൻ തോന്നും. അതെ അതെ, നല്ല കളർഫുൾ ആണ്. ഫ്രൂട്ടി പോലെ. അതെ അതെ. ഇതിലേക്ക് നമ്മൾ ഇനി ഉപ്പ്, കുരുമുളക് അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും? നമ്മൾ അതിന് മുമ്പ് ചെയ്യേണ്ടത് നമുക്ക് 2 എഗ്ഗ് എടുത്തിട്ട്, അല്ല 3 എഗ്ഗ് എടുക്കാം. 3 എഗ്ഗ് എടുത്തിട്ട് നമുക്ക് അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങനെ മിക്സ് ചെയ്യണം അല്ലേ? പാത്രത്തിലേക്ക് എഗ്ഗ് എനിക്ക് ഒഴിക്കാം. കുറച്ചുകൂടി ഒരു വലിയ ബൗൾ എടുക്കട്ടെ. അതെ അതെ, എഗ്ഗ് പൊട്ടിക്കാൻ വേണ്ടിട്ട്. തുണി കഴുകാൻ പോണാ എടി ഇതല്ലടേ, ഗ്ലാസ് ബൗളാ വേണ്ടത്. ഇതല്ലേടാ ഗ്ലാസ് ബൗൾ. എവിടെ എടുത്തോണ്ട് പോയത്? 3 മുട്ട അതിലേക്ക് പൊട്ടിച്ചത്. ഫുള്ളിടാവോ? കൂടി പോവോ? ഇല്ലല്ല, അത് ലൂസായി നിൽക്കാൻ ചാൻസ്. നമുക്കല്ലേ അല്ലേ? ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നല്ലോ എല്ലാരും കൂടി. ഉപ്പിട്ട് കൂട്ടിയിട്ട് നീ എന്താ പറഞ്ഞത്? ഞാൻ വിചാരിച്ചു BP കയറുന്നത്. നീ മൊത്തം പോലെ. അപ്പൊ ഉപ്പതുണ്ടാവുമല്ലോ അല്ലേ? ഉപ്പുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ലാസ്റ്റ് ഒന്നും കൂടെ എന്റെ മിക്സിങ് കാണിച്ചു തരാം. ഈ മഞ്ഞപ്പൊടി നമ്മൾ ഇടണോ? ആ ഇടണം ഇടണം. ലേശം പോരെ? ഞാൻ പാടാം. ഇത്രയും പോരെ? കുറച്ച് മതി, മഞ്ഞ കളർ പോരെ? എടീ, കത്തില്ല. ഇവിടെ ഓക്കേ ചേട്ടാ. ഒന്നുമില്ലടേ. ആ അതെ, ഇത് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല ഇവിടുത്തെ സ്റ്റവ്. എന്നിട്ട് ഇവിടെ കേട്ടാ ഷിയാബേ, അല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ ഇപ്പഴും യൂസ് ചെയ്യുന്നില്ല എന്റെ കൈ. എന്നിട്ട് ഇവിടെ എലീനയുടെ അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മൾ ഇന്ന് സ്റ്റവ് കത്തിച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ചടങ്ങ്. അടുത്തതായിട്ട് പിന്നെ കിഷോറേട്ടൻ നമ്മുടെ ഈ പാൻ ഈ സ്റ്റവിലേക്ക് മാറ്റി ഇന്നത്തെ ഫസ്റ്റ് സെയിൽ നടത്തുകയാണ്. കഴിക്കാൻ ഞങ്ങൾ റെഡിയാണ്. അത് പറയേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് ആ രണ്ടുപേരും അതിന് ചേട്ടാ, പിടിക്കും. നമുക്ക് ഇതിൽ ഇനി ബട്ടർ ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ബട്ടർ തേക്കണം. എനിക്ക് അത് ഇഷ്ടമാണ്, ചീസും ഇഷ്ടമാണ്. നീ ഇത് എല്ലാം കൂടെ കയറ്റി ഇതാ, അവിടെ കൊണ്ട് വെക്കും. ഒരു മിനിറ്റ്, എന്റെ കോൺസെൻട്രേഷൻ കളയല്ല. ഇല്ല. ഈ ചീസ് വെച്ചിട്ട് ഇനി നമുക്കൊരു ടാസ്ക് ഉണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ ചെറുതായിട്ട് task ആ. വെക്കണ്ടേ? അതിന്റെ മേളില് ഇതൊക്കെ അതിന്റെ ആയുധം അളവില് കൊണ്ടുള്ള കളിയാണ്. നിങ്ങൾ ഇങ്ങനെ എന്നെ ടെൻഷൻ ആക്കല്ലേ. മൊട്ട ആയത്. എന്നാലും ആ താഴെ ബ്രെഡ് കരിഞ്ഞു കാണൂടെ? ഇല്ലടേ ഇല്ലടേ. ബ്രെഡ് ഫ്രൈ ആയി. പക്ഷെ ഇത് വൃത്തിയായി ചെയ്തിരിക്കുന്നു എലീന. എത്ര കലാപരമായാണ് ആ കുട്ടി ചീസ് കട്ട് ചെയ്ത് ഇനി വെച്ചിരിക്കുന്നത്. അതിന്റെ മേലെ ബ്രെഡ് വെക്കണം ചെറുത്. ഇനി അതിന്റെ മേളിൽ മറ്റേ അടപ്പ് അല്ലേ? അതെ അതെ, അടുത്തത്. വെക്ക് അടപ്പ് വെക്ക്. മറിച്ചിടണ്ടേ? അങ്ങനെയാണ് കണ്ടാ. പിന്നെ ആളുകൾക്ക് പിന്നെ കണ്ണിൽ ഒന്നുമില്ലല്ലോ. കണ്ടോ ഇതൊന്ന് മറിച്ചിട്ടാ വേണ്ട, നീ വരണ്ട. നീ വന്നാലാണ് കുഴപ്പം. നീ അവിടെ നിന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ള ഒരു ഷിഹാബിന്റെ അടിപൊളിയായിട്ട് ബ്രെഡ് ഒറ്റ ടാക്കിൽ ഞങ്ങൾ മറിച്ചിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും അതിനകത്തുണ്ട്. ഹല്ലേലൂയ. ഞാനത് പറയായിരുന്നാണ്. അപ്പൊ ഇതിന്റെ അടിയിൽ ശകലം വേണ്ട. വെച്ചിട്ടുണ്ടാവും. ഇനി ഇത് വെക്കണം. ഏത് വെക്കണം? ഇല്ലടാ, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. വെയിറ്റ് ചെയ്യടാ.
മെല്ലെ മെല്ലെ കഷ്ടപ്പെട്ട് ഞാൻ രണ്ടുപേരും കൂടെ ഉണ്ടാക്കി ഉണ്ടാക്കും. കാണിട്ട് ഞങ്ങൾ ഇനി പ്രോസസ് ഒന്ന് പറഞ്ഞു ഞങ്ങൾ മിണ്ടൂല്ലേ? കൊടുക്കാം. ഇത് ഒരു ഡെമോ നമ്മൾ കാണിച്ചു കേക്ക് ഉണ്ടാക്കാൻ പോകുന്നു. ഇക്കാണോ? നിങ്ങൾക്കെന്താ എന്റെ അടുത്ത് പറഞ്ഞ് ശിഹാബെന്ന് വിളിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് എന്തിട്ടാ? എന്തൊക്കെ കണ്ടാലേ എന്റെ ശ്വാസം അടയും ഈശ്വര. അതെന്താണ് ഒരു സൈഡിൽ ഞങ്ങൾ ഒരു സൈഡിലൊക്കെ പലതും കിടക്കാം. അത് നീ വീട്ടിൽ പോണം. നീ പല സംസാരിക്കണം. ചില്ലാക്കി വെക്കാം. കുറച്ച് കുറച്ചുകൂടെ കറക്റ്റ്. ഇതില്ലേ വെള്ളം സരിത മിണ്ടല്ലേ? മിണ്ടൂല. ഇക്ക പറഞ്ഞു നന്ദിയോട്ട് തപ്പുമുട്ട ആശാന്റെ ഇക്കാന്ന് വിളിച്ചോളാണ്. നന്ദിയോട്ടത്തേക്ക് മിക്കവാറും ബസ്സിൽ ഒരാൾ വന്നായിരുന്നു. രണ്ടുപേരും ഭാര്യയും കൊച്ചും. ഇനി നമ്മൾ ചീസാണ് ഇതിന്റെ അടുത്തേക്ക് ഇടാൻ പോകുന്നത്. കാര്യം മലയാളിക്ക് ഇതുവരെ അവർക്കത് പൊളിക്കാൻ പോലും അല്ലല്ല പറ്റില്ല. അത് അവിടെ പറഞ്ഞുകൊണ്ടാണ് അവർക്ക് മനസ്സിലായത് ചീസ്. ചീസ് നമുക്കിനി ഇങ്ങനെ കറക്റ്റ് കറക്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. വെച്ചു. കട്ട് ചെയ്യണം. ഹലോ ഇതിന് ഒറ്റ പ്രോസസ്സേ ഉള്ളൂ. ഇനി നമ്മളിത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ ഒരു അറക്കവാള് കൊണ്ടുവിടറേ. ഇനി ഇത് ഉറക്കം വരുന്നടേ വേഗം. ഇങ്ങനെ കട്ട് ചെയ്തു. ഒരു മിനിറ്റ് കൊണ്ടാണ് നമ്മൾ സാധനം ചെയ്ത് തീർത്തത്. ഒറ്റ മിനിറ്റ്. ഷിഹാബിക്ക ഞാനാണോ അവളായിരുന്നു അടിപൊളി? ഇക്ക എന്റെ പേര് പറയണ്ട. വിശേഷങ്ങൾ എനിക്ക് അങ്ങനെ വേണ്ട, പുള്ളിക്കാരൻ തന്നെ പറയട്ടെ. ഇക്ക പറയാം നമ്മളെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹലോ അച്ഛ എവിടെ പോയി ചോദിക്കുമ്പോ അക്കച്ച് കുളിക്കാൻ പോയി ഉത്തരം പറയുന്നത്. നേരത്തെ ഞങ്ങൾ എന്ത് വൃത്തിയായിട്ടാണ് ഇവിടെ നിൽക്കുന്ന രണ്ടുപേർക്കും സാധനം കൊടുത്തത്. ഇഷ്ടമാണ്. അപ്പൊ ഫുഡ് എന്ന് പറയുന്ന സാധനം തീർന്നു പരിപാടി പൊളിഞ്ഞേ. പരിപാടി പൊളിഞ്ഞേ. സരിതേ നിനക്ക് ഇതിൽ യാതൊരു അല്ല വേറൊരു കേസ് ഒന്നുകൂടെ പറയാൻ മറന്നു. അവരെന്ത് പറയട്ടെ, ഈ കുട്ടി ഇതിൽ ഔഷധ മൂല്യങ്ങളില്ല, ഇതിന് ജീവിക്കാൻ അനുവദിക്കും. ഞാൻ ഇനി നമ്മളത് ഇത് അടക്കട്ടെ. കാര്യം തുറന്നിട്ടൊക്കെയാണ്. അത് ഗർഭിണി ആയ പോലെ ഉണ്ടോ? ഹലോ ഹലോ ഇനി അത് പ്രസ് ചെയ്യണം. ആ പ്രസ് ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധയ്ക്ക് വിരലിൽ 4 നെയിൽ പോളിഷ് മസ്റ്റ് ആണ്. 3 മോതിരം ഇടാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. കാര്യം അത് കാണണം. പ്രസ് ചെയ്യണം. ഇത് വെച്ചിട്ട് ചെയ്യണം. അമർത്തി അയ്യോ അത് കരിഞ്ഞു. കരിഞ്ഞടാ. അല്ലല്ല ലാസ്റ്റിൽ സ്നേഹം ഉണ്ടായിരുന്നു. അത് ഈ കക്കി നോക്കിയത് ഇനി നമ്മളിത് മാറ്റി വെച്ചോ. ഇനി നമ്മളിത് മറിച്ചിടാം. മറിച്ചിടാൻ ഒരു ആനയെ വിളിടേ. പോയി തീർന്നു. സാധനം കയ്യിൽ നിന്ന് പോയി. സാധനം കയ്യിൽ നിന്ന് പോവരുത്. ഹലോ ഒരു മിനിറ്റ് അത് കാണിച്ച് ഒന്നും വേണ്ട. ഷിഹാബ് ലാസ്റ്റ് പറയട്ടെ. നമ്മൾ ആരും പറയുന്നത് ഷിഹാബ് പറയട്ടെ. ഞങ്ങളുടെ പന്നി തൊട്ടാ ഇവിടെ ആടി കിടക്കും. ഞങ്ങളുടെ ബെഡിൽ ചീസ് ഓംലെറ്റ് പ്ലസ് ബ്രെഡ്. ഹലോ നിങ്ങളല്ലേ പറഞ്ഞത് ഇവിടെ അല്ലേ? കഴിഞ്ഞു മതി. പ്രസ് ചെയ്ത മുകളിലൊന്ന് പ്രസ് ചെയ്താൽ എടാ അത് ഫ്ലെയിം കൂടുതലാടാ. ഇല്ല ഫ്ലെയിം കുറവാണ്. അയ്യോ നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്ത് നന്ദിയോടെ ഒരു പാറയുണ്ട്. നീ അതിന്റെ അടിയിൽ കൊണ്ടുവന്ന് ഒരുപാട് വിറവ് കത്തിച്ചിട്ട് ആ പാറയുടെ പുറത്തിട്ട് പുള്ളില്. അപ്പൊ അത് ഇതിനേക്കാളും വൃത്തിയാണ്. ഇതിപ്പോ നീ ഉണ്ടല്ലോ നമ്മുടെ ഗസ്റ്റിനെ ഇൻസൾട്ട് ചെയ്തതല്ലേ. കാരണം ഷിഹാബ് ഉണ്ടാക്കിയ ഒരു സാധനം ഇതിലേതാ നല്ലത് പറഞ്ഞോ. സത്യസന്ധമായിട്ട് വരാം. മോട്ടിവേഷണൽ സ്പീക്കർ സത്യം മാത്രമേ പറയാവുള്ളൂ എന്നാണ് നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഇത്രയും നേരം പ്രേക്ഷകർക്ക് ഇമാതിരിയുള്ള മോട്ടിവേഷൻ കൊടുത്തതിന് ശേഷം ഈ ഒരൊറ്റ ബ്രെഡിന്റെ പേര് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സകല സാധനങ്ങളും തളിഞ്ഞ് പൊളിഞ്ഞ് തകരാറിലായി പോയി. സത്യം പറ. ഒരു കാര്യം ചെയ്യാം, കാണുമ്പോൾ ലുക്ക് അല്ലല്ലോ, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് പാറക്കോഴിയുടെ മുട്ട, ഇത് വസന്തയുടെ മുട്ട. ഹലോ എല്ലാ മെമ്പേഴ്സും ഒന്ന് വരാമോ? എല്ലാവരും ഒന്ന് വരണേ. അല്ലല്ലോ ഇനി ഒരാളുണ്ടല്ലോ. പ്രദീപ് തേങ്ങ ഉടക്കണം. മോട്ടിവേഷൻ ശരി ഒരു കാര്യം ചെയ്യോ, തേങ്ങ വെള്ളം ഈ സാധനം എവിടെ സാധനം അത് നിങ്ങൾ പോണില്ലേ? അല്ല പറ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ആദ്യം ഇത് ടേസ്റ്റ് ചെയ്യാം. ഒന്നും പറയണ്ട, ടേസ്റ്റ് ചെയ്യാം.
അത് ഒരു പോർഷൻ നിങ്ങൾ നാല് പേരൂടാ. ബിക്കോസ് ഓഫ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ആ സാധനം തന്നെ കഴിക്കണം. ഓക്കെ, ചെറിയ കഷ്ണം അതെന്റെ അപ്പന്റെ പേരാണല്ലോ. ഹലോ, ആ അച്യുതന് കേശവന് ഇനി ആരും മിണ്ടല്ലേ, ആരും മിണ്ടല്ലേ. ജസ്റ്റ് ടേസ്റ്റിംഗ് മാത്രം, ആരും മിണ്ടല്ലോ, ഒന്നും മിണ്ടല്ലേ. അത് മസാല മാത്രം. യാവിന് ആദ്യം കൊടുക്കാം. ചൂടുണ്ടേ, വേറൊരു വെയിറ്റ് ചെയ്യേ. ആലോചിക്കട്ടെ. വൃത്തികേട് മാറണത് കുടിച്ചോ. വേണ്ട വേണ്ട, നോക്കട്ടെ ഇനി അടുത്ത്. നല്ല നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ലാസ്റ്റ് ഉണ്ടാക്കിയതാണോ? ഏകദേശം അതിനകം വെന്തിട്ടില്ല. എന്നാലും ആകും വെന്തിട്ടില്ല അല്ലേ? ആരത് ഉണ്ടാക്കിയേ? ആരുണ്ടാക്കിയേ? ഇക്കടെ സ്വന്തം അനിയത്തി. ഒന്നുകൂടെ ചോദിക്കുന്നത് ആരത് ഉണ്ടാക്കി? എന്തോ ഒരു കുഴപ്പമുണ്ടല്ലേ? കിഷോറേട്ടാ, അപ്പൊ എന്തായാലും പ്രേക്ഷകരെ സംഭവം നന്നായിട്ട് കുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ വരും. മര്യാദയ്ക്ക് നമ്മൾ ഷിഹാബിനെ തന്നെ കൊടുത്താൽ മതിയായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടി. ഇത് ഏകദേശം എങ്ങനെ വെച്ചാൽ 2 mini cooked spoils cake എന്ന് പറയുന്ന പോലെ നമ്മൾ എല്ലാരും കൂടെ വന്നത് കുളമാക്കിയതാണ്. എന്നാലും തമ്മിൽ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തത്, അതായത് ഞാനും കിഷോറേട്ടനും ചെയ്തപ്പോൾ നന്നായിട്ട് വന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതേ ഉള്ളൂ. ആ ചീസ് വെക്കുമ്പോൾ നേരത്തെ തന്നെ ഇച്ചിരി കട്ട് ചെയ്തിട്ട് വെക്കുവാണെങ്കിൽ അതിലായിട്ട് മെൽറ്റായി പോയില്ലായി. പിന്നെ രണ്ട് സൈഡും ഒരുപോലെ തന്നെ കുക്ക് ആയില്ലെങ്കിൽ ആകാം വേവില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്തൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ബാക്കി ഈ ചീസിനെ കുറിച്ചുള്ള ഇത് പ്രേക്ഷകർ അറിയണ്ട. ഞാൻ പറഞ്ഞു ഒരു മുട്ട കലക്കി അല്ലല്ല, അങ്ങനെയല്ല, കുറച്ച് പ്രോസസ് ഉണ്ട്. അത് എപ്പിസോഡ് വരുമ്പോ കാണാൻ പറ്റും. മുട്ടയൊന്നും ഇട്ടല്ലോ നിങ്ങൾക്ക് ഇരുന്ന് കോഴി പോടാ. അപ്പൊ എന്തായാലും കിച്ചണിൽ നമുക്ക് ഇറങ്ങാം. അതാണ് കോളേജിലെ ഒരു അന്യായ താരമായിരിക്കും. കാര്യം 10ാം ക്ലാസ് പഠിച്ച സമയത്ത് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കും. അതൊക്കെ പഠിക്കണ്ടായിരുന്നു. ഞാൻ കോളേജിൽ നന്നായി സംസാരിക്കും. കാണാനും കൊള്ളാം. കാണാൻ സുന്ദരൻ, നന്നായിട്ട് വർത്താനം പറയും, ഇൻസ്ട്രുമെന്റ്സ് വായിക്കും, ഫാഷൻ ഫ്രീക്ക്. ഇല്ലല്ല. അല്ല, അപ്പൊ എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രണയം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ എന്നുള്ള ചോദ്യം തെറ്റാന്നറിയാമോ? ഉറപ്പായിട്ടും പ്രണയിച്ചിട്ടുണ്ടാവും. കോളേജിൽ പ്രണയമാണോ ഇപ്പോഴത്തെ പ്രണയമാണോ? കോളേജിൽ തുടങ്ങാം നമുക്ക്, എന്നിട്ട് ഇങ്ങനെ വഴിയായിട്ട് പ്രണയിച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോഴേ നമ്മുടെ മുമ്പിൽ രണ്ട് സാധ്യതകളാണുള്ളത്. ഞാൻ പ്രണയിച്ചിട്ടുണ്ടോന്നാണ്, എന്നെ പ്രണയിച്ചിട്ടുണ്ടോന്നാണ്. രണ്ടാമത്തെ പിന്നെ കുറെ ഉണ്ടാവും. പിന്നെ ഒന്നാമത്തെ പറയാൻ എന്റെ അപകർഷതാബോധം എന്നെ സമ്മതിക്കില്ല. ഇല്ല, കുഴപ്പമില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ ക്യാമ്പസിൽ പഠിക്കുമ്പോഴേ ഇതിനേക്കാളും ഭയങ്കര കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവിടെയാണ് പഠിച്ചത്. ക്യാമ്പസ്, എനിക്ക് ക്യാമ്പസിൽ പോയി പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഒരു വൈബ് കിട്ടണമെന്നൊക്കെ. ഞാൻ എപ്പോഴും നോർമൽ ആളുകളുടെ കൂടെ ജീവിക്കണം, നോർമൽ ആളുകളെ പോലെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു ലിമിറ്റേഷനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. അതുകൊണ്ട് കാണുന്നവർക്ക് ഈ മനുഷ്യന് ഇയാളെ കുറിച്ച് വലിയ ബോധമൊന്നുമില്ല എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ബോധമല്ല, എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പോൾ ക്യാമ്പസ് പഠിക്കണം, അതിൻ്റെ ഒരു ഫീല് കിട്ടണം, ആ ഒരു വൈബ് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് ഒരു കാര്യം എന്താ വെച്ചാൽ, ക്ലാസ്സിൽ ഫുള്ള് ഗേൾസ് ആണ്. അതായത് ഇംഗ്ലീഷാണ് എടുത്തത്. ഒരു ബോയ് മാത്രമേ ഉള്ളായിരുന്നു. അദ്ദേഹം ഒരു പള്ളിലാറ്റിനായതുകൊണ്ട് അദ്ദേഹം എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ, കാരണം അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട്. അപ്പം ഞാൻ ആകെ ടെൻഷനായി ക്ലാസ്സിലിരിക്കുമ്പോൾ, കാരണം ഫുൾ ഗേൾസാണ്. എനിക്ക് ഭക്ഷണം, അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ആയതുകൊണ്ട് അത്രയും ദൂരം ഒന്നും പാരൻസിന് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല, ഷിഹാബിൻ്റെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചുള്ള ടെൻഷനാണെങ്കിൽ നമ്മൾ പരിഹാരം പറഞ്ഞു തരാം, ഞങ്ങൾ ഭക്ഷണം വാരിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, ഞാൻ സ്പൂൺ കൊണ്ട് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ വാരിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എപ്പോഴും കുറച്ച് അഹങ്കാരത്തോടു കൂടിയും എന്താ പറയുക അഭിമാനത്തോടു കൂടിയും ഓർക്കാറുണ്ട്. പഠിക്കുന്ന സമയത്ത് 26 പെൺകുട്ടികളുടെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഭാഗ്യമുള്ള ലോകത്തിലെ ഒരേ ഒരു ആൺകുട്ടി ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു ദിവസം പോലെ ക്ലാസ് കട്ട് ചെയ്തിട്ടില്ല. ഞാനൊക്കെ അവിടെ തന്നെ കിടന്നു. അല്ല, പി ജിയിലായിരുന്നു ഇങ്ങനെ. അപ്പൊ അതോടുകൂടി പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ വൈഫ് പറഞ്ഞു ഇനി പഠിക്കാൻ പോകണ്ടെന്ന്. അപ്പൊ പിന്നെ പഠിക്കുന്ന കാലത്തെ പ്രണയം പറഞ്ഞു, ഇനി അടുത്ത ജീവിതത്തിലെ പ്രണയം പറഞ്ഞു. അല്ല, പഠിക്കുന്ന സമയത്ത് പ്രണയം പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ആൾ വിചാരിക്കും ഇതിന്റെ ഇടയിൽ എന്തോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അത്ര വലിയ പ്രണയമൊന്നുമില്ല. കുറെ ചില ആൾ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, നല്ലൊരാൾ നമ്മുടെ ജീവിതം നമ്മൾ കൂടെ കൂട്ടിയെ കൊള്ളാം എന്ന് തോന്നും. നമുക്ക് അങ്ങനെ എല്ലാവരും ചില ആൾ കാണുമ്പോൾ തോന്നുമല്ലോ. അതുപോലെ അവർക്കും തോന്നുന്നുണ്ടാവും നല്ലൊരു മനുഷ്യനാണ്, കാണാനും കൊള്ളാം, അത്യാവശ്യം ആവശ്യത്തിനുള്ള പൊക്കമുണ്ട്, അധികം പൊക്കം ഇല്ലാത്തതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇങ്ങനെ തോന്നുന്ന പെൺകുട്ടികളും ഉണ്ടാവും. അപ്പം നമുക്കങ്ങനെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു ഡീപ്പ് പ്രണയത്തിലേക്കോ വിവാഹത്തിലേക്കോ ഒന്നും പോകുന്ന രീതിയിലല്ല, ഒരു
ഫ്രണ്ട്ഷിപ്പിൽ തോന്നുന്ന ആത്മാർത്ഥമായ സ്നേഹം എന്നുള്ള രീതിയിലേക്ക് പോയി. അങ്ങനെ ഞാൻ PG പഠിക്കുന്ന സമയത്താണ് ഒരു പട്ടാളക്കാരൻ്റെ ജീവിതം പറയുന്നൊരു പെർഫോമൻസ്, അതായത് അപകടത്തിലൂടെ കൈകളും കാലുകളും നഷ്ടപ്പെടുന്ന ഒരാളുടെ ജീവിതം എങ്ങനെയാവും എന്നുള്ള രീതിയിൽ പെർഫോമൻസ് ഉഗ്രം ഉജ്ജ്വലം എന്ന് പറയുന്ന ഒരു ഷോയിൽ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ ബോഡി പെയിനൊക്കെ വരില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. കാരണം ഞാൻ മാക്സിമം തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ റോൾ ചെയ്തൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നതാണ്, ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറെ പെർഫോമൻസ് വീണ്ടും വരുമ്പോൾ ഈ കുട്ടി വീണ്ടും വിളിക്കും, എന്നോട് പറയും, എന്നോട് ആദ്യം മെസ്സേജ് ആയിരുന്നു, പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു നല്ല പെർഫോമൻസ് ആയിരുന്നു ചേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3ാമത്തെ എപ്പിസോഡും കൂടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കുട്ടി എന്തായാലും ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി നമ്മളെ വിളിക്കും. അപ്പോൾ ഈ ഫോണിലൂടെ ഇങ്ങനെ വിളിച്ച് പറയണ്ട, നേരിട്ട് പറയാലോ എന്ന് വിചാരിച്ച് ഞാൻ ആ കുട്ടി അങ്ങ് കല്യാണം കഴിച്ചു. ഇപ്പോൾ ആ കുട്ടി നേരിട്ടാണ് ഫീഡ്ബാക്ക് ഒക്കെ പറയുന്നത്. ചെറിയ 2 ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടാണ് കാണാൻ പോയത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. വൈഫിൻ്റെ വീട് കോട്ടയത്താണ്. ഞങ്ങളിങ്ങനെ ഒരുപാട് ദൂരെ പ്രണയിക്കാന്ന് വിചാരിച്ചു. വൈഫ് കോട്ടയം, ഞാൻ മലപ്പുറമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആണെന്ന് മാത്രമല്ല, നമുക്ക് ഈ യാത്ര ചെയ്യുമ്പോൾ വൈഫിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ട്രിപ്പാണ്. ഞാൻ വൈഫിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്, വൈഫ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾ ട്രിപ്പായിട്ടാണ്. കാരണം രാവിലെ പോയാൽ ഉച്ചയ്ക്കോ വൈകുന്നേരമൊക്കെ അവിടെ എത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു വ്ളോഗ് ചെയ്യാനുള്ള സമയമൊക്കെ കിട്ടും. പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും ഒരു പാട്ട് ഓർമ്മ ഉണ്ടാവില്ലേ? എല്ലാ ആൾക്കാർക്കും പ്രണയിക്കുന്ന സമയത്ത് ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ടുണ്ടാവും ക്ലിക്ക് ഇല്ലേ? പാട്ട് അതെ, ഞാനിങ്ങനെ പ്രണയിക്കുന്ന സമയത്ത് കേട്ടൊരു പാട്ട് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നിയല്ല. ഞാൻ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് പ്രണയത്തിലേക്ക് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സോങ്ങാണ് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയിലെ കരളെ നീ കൈ പിടിച്ചാൽ. ആ പാട്ട് ഭയങ്കര ഇതല്ലേ. അപ്പൊ പ്രേക്ഷകരെ, ഇനി നമ്മൾ ഒരു ഗാനം, ഒരു പാട്ട് കേൾക്കാൻ പോവാണ്. അതായത് ഷിഹാബ് പ്രണയിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രണയിക്കാൻ കൂടുതൽ പ്രേരിപ്പിച്ച ഒരു ഗാനം. വൈഫിന്റെ പേര് ഷഹാന ഫാത്തിമ. ഷഹാന ഫാത്തിമയ്ക്ക് വേണ്ടി ഞങ്ങൾ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലെ ഫുൾ ടീം പ്രണയത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യും. ആ ഷഹാനക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഷഹാന അത് പാട്ടാണ്. പക്ഷെ നിങ്ങളുടെ ആ പാട്ടൊക്കെ പാടിയവർ കേട്ടോ. ഞാൻ പാടുന്നില്ല, കുട്ടി കച്ചവടം വേണ്ട, പാട്, താൻ പാടും. ഞാൻ പാടും. അല്ല, പ്രദീപിന്റെ ആ ഒരു ലുക്ക് നോക്കിയേ, അംബേദ്കറെ കണ്ണാടി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ ഗാനം ഒന്ന് കേൾക്കാം അല്ലേ? കടലോളം വെണ്ണിലാവ് ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ് മന്ത്രകോടി നെയ്തൊരുങ്ങി പള്ളിമേട പൂത്തൊരുങ്ങി കാരുണ്യത്തിരകളൊരുങ്ങി മംഗല്യപന്തലൊരുങ്ങി എന്നു വരും നീ തിരികെ എന്നു വരും നീ എന്നു വരും നീ തിരികെ എന്നു വരും നീ. ഓർമ്മകളിലേക്ക് പോയല്ലേ? അല്ല, ഞാനെനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് വൈഫ് ഇല്ലാതെ ഞാൻ ഇത്ര യാത്ര ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എന്ത് ഷോയിൽ പോകുന്നെങ്കിൽ വൈഫ് ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മളെ വൈഫ് ജസ്റ്റ് വീട്ടിൽ പോയിട്ടേ ഉള്ളായിരുന്നു. നെക്സ്റ്റ് ഡേ നമുക്ക് ഷൂട്ട് വന്നപ്പോൾ വൈഫ് ഇല്ലാതെ വരേണ്ടി വന്നു. അപ്പോൾ ആ ഒരു മിസ്സിങ് കറക്റ്റായിട്ട് ഫീൽ ചെയ്തു. എന്ന് വരും നീ ചോദിക്കുമ്പോൾ പെട്ടെന്ന് വന്നോളെന്ന് വിചാരിക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശരിയാണോ തെറ്റാണോന്ന് അറിയത്തില്ല, ഫീൽ ചെയ്യരുതട്ടോ, ഫീൽ ചെയ്ത് എന്റെ മനസ്സിലുള്ള ഒരു തോന്നല. ഇപ്പൊ ലവ് മാരേജ് ആന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ ഷിഹാബുദ്ദീന് നല്ല കഴിവുകൾ ഉണ്ടെന്നുള്ളതും ഒന്നും ആ കുട്ടിയുടെ പാരന്റ്സിന് അറിയാൻ പാടില്ലായിരിക്കും ഒരു പക്ഷെ. അപ്പോൾ കല്യാണം പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് വീട്ടിലെങ്ങനെയായിരുന്നു? സമ്മതിച്ചോ? എതിർപ്പുണ്ടായിരുന്നോ? അതൊക്കെ എന്റെ മനസ്സിലൊരു അല്ല, ഇത് കുറേ പേര് സംശയത്തോടു കൂടി ചോദിക്കുന്ന ഒരു കാര്യമാണ്.
പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ പാരൻസ് ഓൾറെഡി എൻ്റെ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്, അവർക്ക് അറിയായിരുന്നു. പക്ഷെ ഞാനാണ് മരുമകനായിട്ട് വരുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു അന്ന്. അപ്പോൾ അവർ ഓക്കെ ആയിരുന്നു. പക്ഷെ നമുക്കറിയില്ല, നമ്മളെല്ലാ ഫാമിലിയിലും ഉണ്ടാവും നമുക്ക് അകന്ന കുറച്ച് ബന്ധുക്കളല്ലേ, നമ്മുടെ ഈ വ്യക്തമായിട്ട് അഭിപ്രായം പറയുന്ന അകന്ന ബന്ധുക്കൾ. അപ്പോൾ അങ്ങനെ കുറച്ച് പേർക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ പൊതുവെ ഇപ്പോൾ നമ്മൾ തന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ കുറേ പേര് പറയും നിങ്ങളുടെ കൂടെ ഒരു കുട്ടിക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ നല്ലൊരു ലൈഫ് കൊടുക്കാൻ പറ്റുമെന്ന് കുറേ പേര് സംശയത്തോടു കൂടി ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും, അങ്ങനെ കുറേ സംശയങ്ങളാണ് എല്ലാവർക്കും. പറയുമ്പോൾ നമുക്ക് വിവാഹം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് ആയിട്ടുണ്ടാവുള്ളൂ, ഒരാഴ്ച കൊണ്ട് എങ്ങനെ കുട്ടികളുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ആ പൊതുവിന് സമൂഹത്തിന് ഇപ്പോഴും ഉള്ളിലെ സംശയമുണ്ട്, നിങ്ങൾ അങ്ങനെ ജീവിക്കും, നിങ്ങളുടെ ലൈഫ് എന്താവുന്നൊക്കെ. അപ്പോൾ ഞാൻ തന്നെ എന്ത് ചെയ്തു, മോളൊക്കെ ഉണ്ടായതിനു ശേഷം നമുക്ക് വിവാഹം കഴിഞ്ഞപ്പോൾ 3 വർഷമായി, 1.5 വയസ്സായൊരു മോളുണ്ട്. അപ്പോൾ മോളെ പേര് ഇച്ചിരി മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഇച്ചിരി മോഡേൺ ആണ്, ഒരു വലിയ പേരായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആമി എന്നുള്ളൊരു ഷോർട്ട് പേരും നൂർ അമീറ ഷാഹിറ എന്ന് പറയുന്നൊരു വലിയൊരു പേര് ഇട്ടിട്ടുണ്ട് മോൾക്ക് പേര്. അപ്പോൾ നമ്മൾ മോളുടെ കൂടെ വീഡിയോസ് ഇടുന്ന സമയത്തും ആളുകൾ ഇതുപോലെ പറയും, നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കുന്നത്, നിങ്ങൾ ഈ കുട്ടികളുടെ കൂടെയുള്ള വീഡിയോസ് ഇടുമ്പോൾ കുട്ടികളില്ലാത്ത ആളുകൾക്ക് എത്രത്തോളം വിഷമാവുന്നത്. അപ്പോൾ അതിന് മുമ്പ് അവർ പറഞ്ഞു നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുമെന്നായിരുന്നു. അപ്പോൾ കുട്ടികളുടെ മോളെ കൂടെയുള്ള വീഡിയോസ് ഇട്ട് കൊടുത്തപ്പോൾ അവർ അങ്ങനെയും പറയും. അപ്പം എനിക്ക് തോന്നിയെടുത്തോളം കാര്യം നമ്മൾ നമ്മുടെ ലക്ഷ്യം ടാർഗറ്റ് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. പലരും പല രീതിയിൽ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളുണ്ടാവും, വേദനിപ്പിക്കുന്ന ആളുകളുണ്ടാവും. നമുക്കും അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ ചില ആൾ കാണുമ്പോൾ ചിരിക്കും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഇവരെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നതല്ലല്ലോ. നമ്മുടെ ഒരു ആഗ്രഹമുണ്ട് ജീവിച്ച് കാണിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നത് എനിക്ക് ജീവിക്കണം എന്നുള്ളതാണ്. ജീവിക്കുക എന്നുള്ളത് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇടയിൽ വരുന്ന ചെറിയ കാര്യങ്ങളൊന്നും ഞാൻ മൈൻഡ് ആക്കാറില്ല.